കണ്ണൂർ കമ്പിലിലെ +1 വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം രംഗത്ത്. കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ ഭവത് മാനവ് ആത്മഹത്യ ചെയ്തത് സ്കൂളിലെ അധ്യാപകരിൽ ചിലർ തല്ലിയതിന്റെ വിഷമത്തിലാണ് എന്നാണ് ആരോപണം. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നാൽ കുട്ടികളെ തല്ലി പഠിപ്പിക്കാറില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. മിഥുൻ പിള്ള ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, കണ്ണൂർ കമ്പിലിലെ +1 വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത കുടുംബം ആരോപിക്കുന്നുണ്ട്. അധ്യാപകർക്കെതിരെ ചില വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അധ്യാപകർ പറയുന്നത് കുട്ടികളെ അങ്ങനെ തല്ലി പഠിപ്പിക്കാറില്ലെന്നും ഏത് അന്വേഷണവുമായി സഹകരിക്കാമെന്നുമാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത്? രോഹിണി, കഴിഞ്ഞ ദിവസമാണ് കമ്പിലിലെ മനോജ് ഷീബ ദമ്പതികളുടെ മകനായ ഭവത് മാനവിനെ വീടിന്റെ 2ാം നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്നാണ് ഈ കുട്ടിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെയാണ് കുടുംബം സ്കൂളിലെ ചില അധ്യാപകർക്കെതിരെ രംഗത്ത് വന്നത്. ഈ കുട്ടി പഠിച്ചുകൊണ്ടിരുന്നത് കമ്പിലെ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഈ സ്കൂളിലെ ചില അധ്യാപകർ കുട്ടിയെ തല്ലിയിരുന്നു, ക്രൂരമായി മർദ്ദിച്ചിരുന്നു. മാത്രമല്ല ഈ കുട്ടി പഠിക്കാൻ കുറച്ച് പിന്നോക്കമാണ്. ഇതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള മർദ്ദനമേറ്റതെന്നാണ് കുടുംബത്തിന്റെ ഒരു ആരോപണം. മാത്രമല്ല അധ്യാപകരിൽ ചിലർ ഈ കുട്ടിയെ സ്റ്റാഫ് റൂമിലേക്ക് ഒറ്റയ്ക്ക് വിളിച്ചു കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. മരണത്തിന് തൊട്ടു പിന്നാലെ കുടുംബം ഈ മയ്യിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി ഈ സ്കൂളിലെ പ്രധാന അധ്യാപകനായ രാജേഷിന്റെയും അതുപോലെ തന്നെ മറ്റ് അധ്യാപകരുടെയും ഒക്കെ തന്നെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം പഠിക്കാത്ത വിദ്യാർത്ഥികളെ തല്ലിയതിന്റെ ഒരു വിഷമത്തിലാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ്. ഇനി സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് കുട്ടി മാതാപിതാക്കളോട് പറഞ്ഞതായും ഈ കുടുംബം നമ്മോട് പറഞ്ഞിരുന്നു. എന്നാൽ നമ്മൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ ഒരു ആരോപണമാണ് ഈ രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ സ്കൂളിലെ അധികൃതരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ആ സമയത്തിന് സ്കൂളിലെ പ്രധാന അധ്യാപകൻ നമ്മോട് പറഞ്ഞത് സ്കൂളിൽ പൊതുവെ കുട്ടികളെ തല്ലി പഠിപ്പിക്കാറില്ല. കാരണം പഠിക്കാത്ത കുട്ടികളെ അത്തരത്തിൽ തല്ലി പഠിപ്പിക്കുന്ന ഒരു ശൈലി സ്കൂളിനെ സംബന്ധിച്ചില്ല. മാത്രമല്ല അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ അന്വേഷണത്തിന്റെ ഏത് ഘട്ടത്തിലും പൂർണ്ണമായി സഹകരിക്കുമെന്നും സ്കൂൾ അധികൃതർ നമ്മോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. രോഹിണി, ശരി. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.